ഹലോ. അപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇന്നേക്ക് ഒരാഴ്ച ആയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നു നമ്മളെ കൂട്ടിയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഹോം ടൂർ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല കേട്ടോ, വളരെ ചെറിയൊരു ഹോം ടൂറാണ്. ആകെ 4 ബെഡ്റൂമും ഒരു ലിവിങ്ങും ഹോളും വരുന്ന പിന്നെ 2 കിച്ചണുമാണ് നമ്മളുടെ വീട്ടിൽ വരുന്നത് കേട്ടോ. പിന്നെ ഒരു സിറ്റ് ഔട്ടും ചെറിയൊരു കാർ പോർച്ചും. അപ്പോൾ താഴെ 2 റൂമും മുകളിൽ 2 റൂമും അങ്ങനെയാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ. നേരെ നോക്കുമ്പോൾ ഈ ഒരു ക്ലോക്ക് കാണാം. ഈ ക്ലോക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ലിവിങ് ഏരിയയിൽ നമ്മളൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും കർട്ടൻ കൊടുത്തിട്ടുണ്ട് ജനലിൻ്റെ ഭാഗത്ത്. പിന്നെ അവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട്. ടി വിയും നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. തിരിഞ്ഞ് നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെയാണ് ഡോർ വരുന്നത്. ഇവിടെ സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡ് റെയിൽ നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. അല്ല, ഇതിന് ഹാൻഡ് റെയിൽ എന്നാണ് പറയുക, എനിക്കറിയില്ല. പിന്നെ ഇവിടെ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഉള്ള ഭാഗത്തേക്കാണ്. ടേബിൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഒരു ഡോറും ജനലും വരുന്ന കണ്ടില്ലേ. ഈ വീട്ടിൽ 2 ഡോറുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ഇത് വഴി കയറുകയും ചെയ്യാം, സിറ്റ് ഔട്ട് വഴി കയറുകയും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡോറ് ഉള്ളത് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നാൽ 2 വഴിയിൽ കൂടി ആളുകൾക്ക് ഇറങ്ങാനൊക്കെ വളരെ സൗകര്യമാവും എന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം, ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ടേബിൾ തന്നെയാണ് കേട്ടോ. അത് ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തതാണ്. പിന്നെ എവിടെയാണ് വാഷ് ബേസിന് വരുന്നത്, കൈ കഴുകാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യിപ്പിച്ചതാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കുന്ന അത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല. ഈ ഒരു മിറർ ഇതുവരെ ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാൻ വന്ന ടൈമിൽ അതിൻ്റെ ലൈറ്റ് കെട്ടുപോയി. പിന്നെ ഞാൻ എത്ര നിൽക്കിയിട്ടോ നിങ്ങണില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൽ പോയി കളിക്കാൻ നിന്നില്ല. അവിടെ 2 കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂമാണ് താഴെ. ഒന്ന് ഈ റൂം ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമാണ്. ആ റൂം ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ, അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതിൽ കയറി വരുന്നിടത്ത് തന്നെ നേരെ ബാത്റൂം കാണാം. പിന്നെ ഇവിടെയാണ് കട്ടിലിട്ടിട്ടുള്ളത്. ഇവിടെ ഒരു മേശയും കൂടി വരാനുണ്ട്. സ്റ്റഡി ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്, ഇവിടെ വെച്ചുണ്ടാക്കിയതൊന്നുമല്ല. 2 റൂമത്തെ കബോർഡ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുക ചെയ്തിട്ടുള്ളത്. മുകളിൽ റൂമത്തെ കബോർഡ് റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴെ ഈ 2 ബെഡ്റൂമും ഇതുമാണ് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ പാർട്ട് കിച്ചൺ. ഓവറായിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ്ങോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല, എന്നാൽ തീരെ കൊടുക്കാതെ ഇരുന്നിട്ടുമില്ല. അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ മുഴുവൻ നമ്മൾ കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കബോർഡിലൊക്കെ ഇപ്പോൾ തന്നെ ഏകദേശം സാധനങ്ങളൊക്കെ ഫില്ലായിട്ടുണ്ട്. നമ്മൾ ഹൗസ് വാമിങ്ങിന് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പോട്ടുകൾ, പാത്രങ്ങൾ, ജഗ്, ഗ്ലാസ്, കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീൻ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ വിചാരിച്ചു. ഇയാളെ വെക്കാനുള്ള സ്ഥലം ഇനി കണ്ടെത്തിയിട്ട് വേണം. ഈ ഒരു ഗ്ലാസ്സിനുള്ളിൽ ലൈറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 4 ലെയറാണ് വരുന്നത്. പിന്നെ ഇവിടെയാണ് സ്റ്റോർ റൂം വരുന്നത്. പിന്നെ 2ാമത്തെ കിച്ചണ് ഇതാ ഇവിടെയാണ് വരുന്നത്. അതും കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ സ്റ്റാൻഡൊക്കെ ഇനി ഒന്നും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗമൊന്നും ഞാൻ കാണിക്കാതെ ഇനി ഞാൻ നേരെ മേൽക്ക പോണത്. നമ്മളെ വീട്ടിൽ ഒട്ടുമിക്ക പേർക്കും കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുള്ളൊരു ഭാഗമാണ് ഈ സ്റ്റെയർ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്, ഇങ്ങനെ വളഞ്ഞിട്ട് വരുന്നതുകൊണ്ട് തന്നെ. സ്റ്റെയർ കയറി വരുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു ഡോർ വെച്ചിട്ട് നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ്. അതോടെ കൂട്ടിയിട്ടാണ് കേട്ടോ, പിള്ളേർ ഇറങ്ങാണ്ട് വിചാരിച്ചിട്ട്. ഇതാണ് 2 ബെഡ്റൂം. അതിലൊരു ബെഡ്റൂം ഇതാണ് വരുന്നത്. 2 ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇത് ഡ്രസ്സിങ് ഏരിയയാണ്. പക്ഷെ അവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതിന് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവിടെ ഒഴിച്ചിട്ടതാണ്. ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ കട്ടിലും കബോർഡും ഒരേ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രീനാട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 ബെഡ്റൂമിൽ മുകളിലത്തെ 2 ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ. അങ്ങോട്ട് അങ്ങനെ പോകാറില്ല, പോകാനായിട്ടില്ലല്ലോ, ആകെ ഒരാഴ്ചയിലായിട്ടുള്ളൂ. പോവായിരിക്കും എന്തെങ്കിലും. ഇപ്പം എന്തായാലും ഞാൻ അതവിടെ അടച്ചിട്ടിട്ടാണ്. ഇവിടെ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുറത്ത് കുറേ കടകൾ, വീടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ മടിയാണ്. പിന്നെ രാത്രിയൊക്കെ വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാമെന്നേ ഉള്ളൂ. ഇതാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ കബോർഡും നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. മറ്റേ കബോർഡ് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഈ കബോർഡ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇവിടെയും കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബാൽക്കണി ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ 2 ബെഡ്റൂമാണ് മുകളിൽ വരുന്നത്, താഴെ 2 ബെഡ്റൂം. ടോട്ടൽ നമ്മളെ വീട് ഏകദേശം ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇതൊരു ഹോം ടൂർ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന പോലെ ഒരു ഹോം ടൂർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ടാറ്റാ.